MG യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണ് നമ്മൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്, വാട്ട് ഈസ് സ്ട്രാറ്റജിക് പ്ലാനിങ്, എന്താണ് തന്ത്രപരമായ പ്ലാനിങ് എന്നാണ് ചോദ്യം. സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഓർഗനൈസേഷൻസ് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് എ പ്ലാൻ ടു അച്ചീവ് ദം. ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാലത്തേക്കുള്ള വികസന പദ്ധതികളും ലക്ഷ്യങ്ങളും എന്തൊക്കെയാണെന്ന് നിർവചിക്കുകയും അത് നേടുവാനായിട്ട് അച്ചീവ് ചെയ്യുവാനായിട്ട് ഉള്ള ഒരു പ്രക്രിയ തുടങ്ങി വയ്ക്കുകയും ചെയ്യുക, അതിനുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് അടുത്ത ഭാഗത്ത്. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ലോങ് ടൈമിലേക്ക് ആവുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ആഭ്യന്തര ഘടകങ്ങളും ബാഹ്യ ഘടകങ്ങളും ഒക്കെ അവിടെ വിഷയമായി കടന്നു വരും. ഐഡൻറ്റിഫൈയിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കരുത്തും ദൗർബല്യവും എന്താണെന്ന് തിരിച്ചറിയേണ്ടി വരും. ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ നമ്മൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടി എന്തെല്ലാം വിഭവങ്ങൾ, അത് മനുഷ്യശേഷിയാണെങ്കിൽ മനുഷ്യശേഷി, കൂടുതൽ സ്റ്റാഫിനെ എടുക്കണമെങ്കിൽ കൂടുതൽ സ്റ്റാഫിനെ എടുക്കണം, കൂടുതൽ മെഷീനറി മേടിക്കണമെങ്കിൽ കൂടുതൽ മെഷീനറി മേടിക്കണം, അതിനുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടി കൂടുതൽ ഫണ്ട് ഇറക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും അത് വേണ്ടി വരും. സോ പണമാണ് അവിടെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ പണം വകയിരുത്തണം, അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇഫക്റ്റീവ് സ്ട്രാറ്റജിക് പ്ലാനിങ് enables an organization to make informed decisions and stay competitive. അങ്ങനെ ഫലപ്രദമായ സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് വളരെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഇൻഫോംഡ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് സ്റ്റേ കോമ്പറ്റിറ്റീവ്. അങ്ങനെ സ്ഥാപനം കോമ്പറ്റിറ്റീവ് ആയിട്ട് തന്നെ നിലനിൽക്കാൻ, ഫീൽഡിൽ നിലനിൽക്കാൻ നമ്മുടെ കമ്പനിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കോമ്പറ്റിറ്റീവ് എഡ്ജ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. മത്സരിക്കാൻ വരുന്ന ഇതര സ്ഥാപനങ്ങളോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ അതിന് കഴിവുണ്ടാകുന്നു എന്നർത്ഥം. രണ്ടാമത് ഒരു ചോദ്യം ഇതാണ്, വാട്ട് ഡു യു മീൻ ബൈ ഫോർകാസ്റ്റിംഗ്? പ്രവചനം, ഭാവി ഫലം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കുക. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ട്രെൻഡ് എന്താണെന്ന് ഇന്നലെകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കടന്നു വന്ന ആ പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഭാവി ഫലം പ്രവചിക്കണം. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡോ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മറ്റ് രീതികൾ ഉപയോഗിച്ചോ ഭാവി എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ കഴിയണം. അതായത് പാസ്റ്റ് ഡാറ്റയുടെയും കറൻറ്റ് ഇൻഫർമേഷൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ഭാവി എന്തായിരിക്കുമെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെ തന്നെയാണ് പ്രവചനം അഥവാ ഫ്യൂച്ചർ പ്രെഡിക്ഷൻ തന്നെയാണ് ഫോർകാസ്റ്റിംഗ്, ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ ടെക്നിക്സ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, ഫ്യൂച്ചർ സെയിൽസ് ഓർ അതർ ബിസിനസ് മെട്രിസസ്. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഭാവിയിൽ എന്ത് ഡിമാൻഡ് ഉണ്ടാകും, എത്ര രൂപയുടെ കച്ചവടം നമുക്ക് വരുന്ന കൊല്ലങ്ങളിൽ നടത്താൻ സാധിക്കും, വരുന്ന 5 വർഷത്തിനുള്ളിൽ നമ്മുടെ സെയിൽസ് നമുക്ക് പരമാവധി എത്ര വരെ ഉയർത്താൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻകാല കണക്കുകളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതായത് സ്ഥിതിവിവര കണക്കുകളുടെ വിശകലനത്തിലൂടെ അതിനൊരുപാട് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്, ടെക്നിക്സൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ് എനേബിൾസ് ഓർഗനൈസേഷൻസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. വളരെ കൃത്യമായ ഡിസിഷൻസ്, നമുക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കാനും ഈ ഫോർകാസ്റ്റിംഗ് സഹായിക്കും എന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് മെന്റ് ബൈ സ്കാലാർ ചെയിൻ? എന്താണ് സ്കാലാർ ചെയിൻ? ഏറ്റവും മുകളിലെ മേലധികാരി മുതൽ താഴെ തട്ടിലുള്ള ജീവനക്കാരൻ വരെ, സൂപ്പർവൈസർ വരെയുള്ള തട്ടുതട്ടായിട്ടുള്ള അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങളുടെ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഒരു ലിങ്ക് അഥവാ ചെയിൻ ആണ് വാസ്തവത്തിൽ സ്കാലാർ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്കാലാർ ചെയിൻ റെഫേഴ്സ് ടു ദ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ആരോട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മേലധികാരി ആർക്കൊക്കെ കമാൻഡ് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് ആരാരുടെ സുപ്പീരിയർ, ആരാരുടെ സബോർഡിനേറ്റ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത, അത് ആ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ചെയിൻ ഓഫ് കമാൻഡ്. വാസ്തവത്തിൽ ചെയിൻ ഓഫ് കമാൻഡിനെ തന്നെയാണ് ഇങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ദ ലോവർ ലെവൽ എംപ്ലോയീസ്. മേൽത്തട്ടിലുള്ള മാനേജ്മെൻറ്റ് മുതൽ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ വരെയുള്ള ആ ചെയിൻ ഓഫ് കമാൻഡിനെയാണ് വാസ്തവത്തിൽ സ്കാലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്കാലാർ ചെയിൻ എൻഷുവേഴ്സ് ദാറ്റ് ഡിസിഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്ലോ സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ത്രൂ ദ ഓർഗനൈസേഷൻസ്. തീരുമാനങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും സ്ഥാപനത്തിൽ നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വാസ്തവത്തിൽ സ്കാലാർ ചെയിനിലൂടെ സംഭവിക്കുന്നത്. നാലാമതൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്? നോക്കൂ, ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവ്, അദ്ദേഹം നമ്മളോട് 14 മാനേജ്മെൻറ്റ് തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അതിലൊരെണ്ണമാണ് യൂണിറ്റി ഓഫ് കമാൻഡ്, മറ്റൊന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എല്ലാ തൊഴിലാളികളുടെയും കാര്യത്തിലല്ല, ഒരു ജീവനക്കാരൻ്റെ കാര്യത്തിൽ പറയാം, അയാൾക്ക് ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമാണ് ആജ്ഞകൾ കിട്ടാൻ പാടുള്ളൂ. പല മേലധികാരികളിൽ നിന്ന് ആജ്ഞകൾ കിട്ടാനിടയായാൽ ആരുടെ കൽപ്പന ആദ്യം അനുസരിക്കണമെന്നറിയാതെ തൊഴിലാളി കുഴങ്ങും. മാത്രമല്ല മാനേജർമാർക്കിടയിലും വടംവലി ഉണ്ടാകാൻ ഇത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക്, ഒരു ജീവനക്കാരന്, ഒരു സബോർഡിനേറ്റിന് പല പല സ്ഥലങ്ങളിൽ നിന്ന് കമാൻഡ് കിട്ടുന്ന രീതിയിൽ വർക്ക് ഡിസൈൻ ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് ഹെൻറി ഫയോൾ പറയുന്നു. Unity of command is a management principle that states that each employee should receive orders from only one superior. This helps to avoid confusion, overlapping of work and conflicting priorities. അങ്ങനെ വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാകുന്നു, ചെയ്ത വർക്ക് പിന്നെയും അറിയാതെ പിന്നെയും ചെയ്തു പോകുക എന്നുള്ള ജോലിയും ഒഴിവാകുന്നു, വർക്ക് ഓവർലാപ്പിംഗ് ഒഴിവാകുന്നു, ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ്. ആദ്യം ഏത് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംഘർഷം, തമ്മിലടി ഉണ്ടാകുന്നില്ല. അതൊക്കെയാണ് അതിൻ്റെ ഗുണം. ആദ്യം ഏത് കാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ തമ്മിലടി ഉണ്ടാകുന്നില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല പ്രയോറിറ്റിയുടെ കാര്യത്തിൽ. ബൈ ഹാവിങ് എ സിംഗിൾ പോയിൻ്റ് ഓഫ് അതോറിറ്റി, അങ്ങനെ ഒരാൾക്ക് മേലധികാരിയായ ഒരു സിംഗിൾ പോയിൻ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ എംപ്ലോയീസ് ക്യാൻ ഫോക്കസ് ഓൺ ദർ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എംപ്ലോയീസിന് അവരുടെ ജോലിയിൽ, ഉത്തരവാദിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അവർ കൺഫ്യൂഷൻ കൊണ്ട് ആദ്യം ഏത് മാനേജർ പറഞ്ഞത് അനുസരിക്കണം എന്ന ആശയക്കുഴപ്പത്തിൽ കുറേ സമയം വെറുതെ പാഴാകും. അത് ഒഴിവാക്കുന്നതിന് എപ്പോഴും നല്ലത് യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു സ്ഥാപനത്തിന് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നു. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. വാട്ട് ഡു യു മീൻ ബൈ ഓർഗനൈസേഷൻ കൾച്ചർ? അതായത് സംഘടനാ സംസ്കാരം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷണൽ കൾച്ചർ റെഫേഴ്സ് ടു ദ shared values, norms and beliefs that shape the behavior and attitude of employees within an organization. ഒരു സ്ഥാപനത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് കുറേ തൊഴിലാളികളുണ്ടാകും. ആ തൊഴിലാളികൾ എല്ലാവരും കുറേ വാല്യൂസ് ഷെയർ ചെയ്യുന്നുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനം സത്യസന്ധമായി പോകാൻ ഉദ്ദേശിക്കുന്നു. അതായത് വളരെ ജെനുവിനായൊരു സ്ഥാപനമാണ്. ഇതെല്ലാ തൊഴിലാളികൾക്കും അറിയാം. അവരുടെ സ്ഥാപനത്തിൻ്റെ നയമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കുറേ മൂല്യങ്ങളും, നമ്മുടെ സ്ഥാപനം സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത് സേഫ്റ്റി സംബന്ധമായ നിയമങ്ങൾ, കൃത്യമായ നോംസ് പാലിച്ചേ മതിയാകും ഓരോ തൊഴിലാളിയും. അത് അക്കാര്യത്തിൽ കമ്പനി വളരെ സ്ട്രിക്റ്റാണ്. ഇങ്ങനെയുള്ള ബിലീഫ്സ്, കമ്പനിയെക്കുറിച്ച് തന്നെ കമ്പനിയുടെ ഒരു കൾച്ചർ അതാണ് എന്നുള്ളത് എല്ലാ സ്ഥാപനത്തിലും ഏത് തൊഴിലാളിയോട് ചോദിച്ചാലും അതങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു സംസ്കാരം ഉണ്ടാവുക എന്നുള്ള പറയുന്നത് അതാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ എംപ്ലോയീസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഓരോ തൊഴിലാളിയും പരസ്പരം എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇടപഴകുന്നത് എന്നതുപോലും ആ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് വേണം എന്നാണ് അവിടുത്തെ തൊഴിലാളികളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആയിരിക്കും തൊഴിലാളികൾ ഓരോരുത്തരും കസ്റ്റമേഴ്സിനോട് വളരെ ഭവ്യതയോടുകൂടി, വിനയത്തോടുകൂടി പെരുമാറാൻ ആരംഭിക്കും. അത് ആ ഓർഗനൈസേഷൻ്റെ സംസ്കാരമായി മാറും, ഓർഗനൈസേഷൻ കൾച്ചറായി മാറും. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മറ്റുള്ളവർ, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സപ്ലയേഴ്സിനോട് ബിഹേവ് ചെയ്യുമ്പോഴൊക്കെ ആ കമ്പനിയുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓരോ തൊഴിലാളിയും ശ്രമിക്കും. ഇതിനെയൊക്കെയാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. എ സ്ട്രോങ് ഓർഗനൈസേഷണൽ കൾച്ചർ ക്യാൻ ഫോസ്റ്റർ ടീം വർക്ക്. നല്ലൊരു ഓർഗനൈസേഷണൽ കൾച്ചർ ഒരു കമ്പനിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നല്ല ഡെവലപ്മെൻറ്റ് കോൺഫറൻസുകളിലൂടെയോ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെയൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ടീം വർക്ക് എന്ന് പറയുന്ന വികാരത്തെ ഊട്ടിയുറപ്പിക്കാൻ, ഫോസ്റ്റർ ചെയ്യാൻ, വളർത്തി പരിപോഷിപ്പിക്കാൻ നമുക്ക് കഴിയും.
ഇന്നൊവേഷൻ നമുക്ക് വളർത്തി പരിപോഷിപ്പിക്കാൻ കഴിയും. ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത, അതാണല്ലോ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ചെയ്യുന്ന ജോലിയോട് അങ്ങേയറ്റത്തെ കൂറ് പുലർത്തുന്നതാണല്ലോ. അതായത് ആത്മാർത്ഥമായി അങ്ങേയറ്റത്തെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ജോലി ചെയ്യുകയാണല്ലോ. അതൊക്കെ ഒരു ഓർഗനൈസേഷൻ കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് ഒരു വലിയ വിജയമായിരിക്കും എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാട്ട് ഡു യു മീൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ? എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? ഒരു സൂപ്പർവൈസർക്ക് അയാളുടെ കീഴിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജോലിക്കാരുടെ എണ്ണത്തെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫലപ്രദമായി അവരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. ചില സൂപ്പർവൈസർമാർക്ക് സ്പാൻ ഓഫ് കൺട്രോൾ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് 5 തൊഴിലാളികളെ മാത്രമേ അറ്റ് എ ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരായാൽ അയാളെ കൊണ്ട് പറ്റില്ല ആ ലോഡ് എടുക്കാനായിട്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര സ്പാൻ മാനേജിങ് എബിലിറ്റി കൂടുതലുള്ള സൂപ്പർവൈസർമാരുണ്ട്. അവർക്ക് 20 പേരെ ഉണ്ടെങ്കിൽ 20 പേരെയും ഭയങ്കര പക്കാ ഡിസിപ്ലിനിൽ പറഞ്ഞ അക്ഷരം വഴി വള്ളി പുള്ളി വ്യത്യാസം ഇല്ലാണ്ട് അനുസരിപ്പിച്ച് ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കാനുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ കൂടുതലുള്ള സൂപ്പർവൈസർമാരെന്നാണ് പറയുക. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസർക്ക് ഫലപ്രദമായി തൻ്റെ കീഴിൽ എത്ര തൊഴിലാളികളെ നിയന്ത്രിച്ച് ഭരിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാ സൂപ്പർവൈസറുടെ കപ്പാസിറ്റിയാണ് അയാളുടെ സ്പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ദാറ്റ് എ മാനേജർ ഹാസ് ഓവർ ദർ ടീം. അതായത് അയാളുടെ മാനേജിങ് എബിലിറ്റി ആ ടീമിൻ്റെ മുകളിൽ പ്രയോഗിക്കാൻ എത്രമാത്രം കപ്പാസിറ്റി, കഴിവ് ഉണ്ട് എന്നത് ആണ് ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് അലൗസ് ഫോർ ക്ലോസർ സൂപ്പർവിഷൻ. അതായത് ഒരുപാട് സ്പാൻ ഓഫ് കൺട്രോൾ ആയാൽ നമുക്ക് അത്രയ്ക്ക് സൂപ്പർവിഷൻ ഓരോന്നും അരിച്ചു പറിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ സ്പാൻ ഓഫ് കൺട്രോൾ വളരെ വൈഡ് ആയാലോ, A wider span of control requires more delegation. സ്പാൻ ഓഫ് കൺട്രോൾ കൂടുന്തോറും കുറച്ച് ജോലികളൊക്കെ അവർക്കിടയിലേക്ക് തന്നെ പങ്കുവെച്ച് അവരിലേക്ക് തന്നെ പകർന്നു കൊടുക്കേണ്ടി വരും. വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് കുറേ പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പണിയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈഡർ സ്പാൻ വേണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റായ ആൾക്കാരെ തന്നെ അങ്ങോട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം നോക്കി ചെയ്തോണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത്ര വീക്കായ എഫിഷ്യൻ്റ് അല്ലാത്ത ആൾക്കാരെ നോക്കാൻ സൂപ്പർവൈസർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ വേറെ കാര്യം, നാരോ സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് വേറെ ഗുണമാണ് ഉള്ളത്. ഇനി വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? എന്താണ് റിക്രൂട്ട്മെൻറ്റ്? പലപ്പോഴും പലരും ജോലിക്ക് ആളെ എടുക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇവിടെ വേക്കൻസി ഉണ്ട്, ആ കാര്യം പത്രത്തിലൂടെയോ മറ്റേതെങ്കിലും ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ ജോബ് വേക്കൻസികൾ, എംപ്ലോയ്മെൻറ്റ് ഡാറ്റാ ബാങ്കുകൾ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ അറിയിക്കുന്ന സ്ഥാപനങ്ങൾ വഴിയോ പൊതുജനങ്ങളെ അറിയിക്കൽ, അത്രയുള്ള റിക്രൂട്ട്മെൻറ്റ്. അവരെ ഇതറിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് തൊഴിലന്വേഷകരായി ആകർഷിക്കപ്പെട്ട് വരണം. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ ജോബ് വേക്കൻസി ഉണ്ട് എന്ന് അറിയിക്കുക, അത്രമാത്രമാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് അറിഞ്ഞു വരുന്ന ആൾക്കാരെ നമ്മുടെ ചില സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവരുടെ റെസ്യൂമെയൊക്കെ പരിശോധിച്ച് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ജോബ് ഓഫറൊക്കെ കൊടുത്ത് അവസാനമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ നല്ല ടാലൻ്റുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെ എടുക്കുന്നതിന് പറയുന്ന പേര് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് വേറെയും സെലക്ഷൻ വേറെയുമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും ഒന്നല്ല. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായ ഫംഗ്ഷനാണ്. കാരണം സെലക്ട് ചെയ്യുമ്പോൾ ഒരിടത്ത് ഒഴിവുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക, കുറേയധികം പേര് റിജക്റ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് പേരെ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5 വേക്കൻസി ഉണ്ട്, 100 പേര് അപേക്ഷിച്ചിരിക്കുന്നു. 100 പേരോട് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം, വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കാം. പക്ഷേ 100 പേര് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളതിൽ 95 പേരെയും നിരാശരായി മടക്കേണ്ടി വരികയും 5 പേരെ മാത്രം എടുക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ സെലക്ഷൻ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം മനുഷ്യരെയും നമ്മൾ നെഗറ്റീവ് മൈൻഡ് ആക്കുന്ന ഒരു പണിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അങ്ങനെയാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് ടാസ്ക് ആണെന്ന് പലപ്പോഴും പറയാറുണ്ട്. മറ്റൊരു ചോദ്യം ഇതാണ്, 8ാമത്തേത്. വാട്ട് ഡു യു മീൻ ബൈ മാൻ പവർ പ്ലാനിങ്? മനുഷ്യവിഭവ ആസൂത്രണമാണ്. ഇത് സ്റ്റാഫിംഗ് പ്രോസസ്സിലെ 1ാമത്തെ സ്റ്റെപ്പാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ 5 ഫംഗ്ഷൻസ് നമ്മൾ പറയാറുണ്ടല്ലോ. അതിൽ സ്റ്റാഫിംഗ് എന്ന ജോലി പറയാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ
സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് പറയാറുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എത്ര മാൻ പവർ വേണം, അക്കൗണ്ടൻറ്റുമാരുടെ എത്ര ഒഴിവുണ്ട്, 2 അക്കൗണ്ടൻറ്റുമാരുടെ ഒഴിവുണ്ട്, എത്ര പ്യൂൺമാരുടെ ഒഴിവുണ്ട്, അല്ലേ, അത് എത്ര ക്ലർക്കുമാരുടെ ഒഴിവുണ്ട്, എത്ര മാനേജീരിയൽ പോസ്റ്റുകളിൽ ഒഴിവുണ്ട്, അതായത് ഏതേത് പോസ്റ്റുകൾ അതിലെ എണ്ണം പ്ലസ് അതിൻ്റെ ഡെസിഗ്നേഷൻ പ്ലസ് അവിടെ വേണ്ടുന്ന ജോലിക്കാരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെച്ചിട്ട് അത്രയും കപ്പാസിറ്റിയുള്ള ഇത്ര ആൾക്കാരുടെ ഒഴിവുണ്ട്, ഇത്ര ആൾക്കാരെ നമുക്ക് ഇനി ഭാവിയിൽ വേണ്ടി വരും. ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാൻ. അത് ഇവിടെ ഇത്ര വേക്കൻസി ഉണ്ടെന്ന് പുറം ലോകത്തോട് പരസ്യം ചെയ്ത് അറിയിക്കാൻ. മാൻ പവർ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റിന് ശേഷമുള്ള സ്റ്റെപ്പാണ് സെലക്ഷൻ. ഉണ്ടോ? അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന കാര്യം പൂർത്തിയാകുന്നതെന്ന് ഓർക്കുക. സോ മാൻ പവർ പ്ലാനിങ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതിനെ മനുഷ്യ വിഭവ ആസൂത്രണം എന്ന് പറയും. ഇസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് which is needed for meeting the company's needs. It involves analyzing labor market trends. തൊഴിലാളി മാർക്കറ്റ് കമ്പോളത്തിൽ എത്രമാത്രം ആൾക്കാരുടെ അവൈലബിൾ ആണ് എന്നതൊന്ന് പഠിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. സ്കിൽ ഗ്യാപ്പുകളുണ്ടോ എന്ന് പരിശോധിക്കണം. റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യണം, ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ. അപ്പോൾ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടമാണ്. അതിനുശേഷമാണ് ആളെ എടുത്തതിന് ശേഷമാണ് റിക്രൂട്ട്മെൻറ്റും ശേഷമാണ് സെലക്ഷനും ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ലീഡർഷിപ്പ് സ്റ്റൈൽ? ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണ്? നേതൃത്വ ശൈലി. നോക്കൂ, സ്വേച്ഛാധിപതികളായ നേതാക്കന്മാരുണ്ട്, അത് ഓട്ടോക്രാറ്റിക് എന്ന് പറയും. ജനാധിപത്യ സ്വഭാവത്തോടുകൂടി പെരുമാറുന്ന നേതാക്കന്മാരുണ്ട്, ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയും. ട്രാൻസ്ഫോർമേഷണൽ സ്റ്റൈലിലുള്ള നേതാക്കന്മാരുണ്ട്. അങ്ങനെ ഇതൊക്കെ പലതരത്തിലാണ് ഇവരുടെ പെരുമാറ്റം തൊഴിലാളികളുടെ മൊറേലിനെ, ധാർമ്മിക മനോവീര്യത്തെ ഒക്കെ ബാധിക്കുന്നത് നോക്കുക, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നത് നോക്കുക, ജോബ് സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്നത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ പലതരം. ലീഡർഷിപ്പ് സ്റ്റൈൽ റെഫർ ടു ദ അപ്രോച്ച് ഓർ മാനേജർ ഇൻ വിച്ച് എ ലീഡർ ഇൻഫ്ലുവൻസസ്. അയാൾ ഒരു ലീഡർ ആവട്ടെ, അയാൾ ആരുമാവട്ടെ, അയാൾ എങ്ങനെയാണ് തൊഴിലാളികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോട്ടിവേഷനിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനർ എന്താണ്, ലീഡർ ഏത് രീതിയിലാണ് തൊഴിലാളികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ ടീമിനെ ഏത് രീതിയിലാണ് ഡയറക്ഷൻസ് കൊടുത്ത് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. ആ സ്റ്റൈലിനെയാണ് എന്ത് പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ട്രാൻസ്ഫോർമേഷണൽ, അങ്ങനെ പലതരം. 10ാമത്തെ ചോദ്യം, ഡിഫൈൻ മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ, അപ്പോൾ ഷോർട്ട് ആൻസർ 10 ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തീരുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മോട്ടിവേഷൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ ഡ്രൈവിംഗ് ഫോഴ്സ് ദാറ്റ് ഇൻസ്പയർ ആൻഡ് എനർജൈസ് ഇൻഡിവിജ്വൽസ് ടു വർക്ക് ടുവേർഡ്സ് അച്ചീവിങ് ദർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട്, അതായത് അവർക്ക് ഊർജ്ജസ്വലതയോടുകൂടി പണിയെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക ശക്തി, ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻട്രിൻസിക്, അത് ഇൻട്രിൻസിക് ആവാം, ഓർ എക്സ്ട്രിൻസിക്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ആവാം. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും 2 തരത്തിലുണ്ട്. എന്താണ് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചെയ്ത ജോലി ഭംഗിയായി എന്ന് തോന്നുമ്പോൾ എനിക്ക് തന്നെ വീണ്ടും അത് ഒന്നുകൂടെ ചെയ്യാനായിട്ട് തോന്നും. നല്ലൊരു പാട്ട് പാടി അത് പാട്ട് കൊള്ളാം, നന്നായി എന്ന് എനിക്ക് തന്നെ തോന്നുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവതരിപ്പിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടാകും. അത് ഇൻട്രിൻസിക് എന്നാണ് പറയുന്നത്. ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷനാണ്. എക്സ്ട്രിൻസിക് എന്ന് പറയുന്ന പുറമേയുള്ള അവാർഡുകളും റിവാർഡുകളും അംഗീകാരങ്ങളും കൊണ്ട് എനിക്ക് വീണ്ടും ഇത് ചെയ്യണം, എനിക്ക് ഇനിയും അംഗീകാരം നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യർ പ്രേരിതരാകുന്നതാണ്. സോ ഇഫക്റ്റീവ് മോട്ടിവേഷൻ ക്യാൻ ബൂസ്റ്റ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഫലപ്രദമായ രീതിയിൽ തൊഴിലാളികൾക്ക് മോട്ടിവേഷൻ ചെയ്താൽ തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി ഉയരും. മോട്ടിവേഷൻ നല്ല രീതിയിലുള്ളതാണെങ്കിൽ അവരുടെ ഉൽപ്പാദനക്ഷമത ഉയരും, ജോലിയിലുള്ള അവരുടെ സംതൃപ്തി, ജോബ് സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടും, ആൻഡ് ഓവറോൾ പെർഫോമൻസ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞൊരു തിയറി പോലും ഉണ്ട്. ആദ്യം ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നിങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്ന ഒരു ചാർട്ടും ഡയഗ്രവും നമ്മൾ കാണാറുണ്ട്. അതും കൂട്ടത്തിൽ കൂടി പഠിക്കേണ്ടതാണ്.